എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് സ്മാർട്ട് ഫോൺ സ്റ്റെബിലൈസർ റിഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റേബിൾ ഫുട്ടേജ് എങ്ങനെ എടുക്കാം അതിന് സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും എല്ലാം നല്ല ബി റോൾ എടുക്കാനും അതുപോലെ തന്നെ നല്ല സ്റ്റേബിൾ ഫുട്ടേജ് ലെങ്തി ആയിട്ടുള്ള സ്റ്റേബിൾ ഫുട്ടേജ് എടുക്കാനും ഇത് വെച്ച് സാധിക്കും. അപ്പോൾ ഇത് അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ് വാങ്ങാതെ തന്നെ നിസാര ചെലവിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ ക്യാമറയ്ക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 ഇഞ്ചിൻ്റെ 3 ഒരു PVC പൈപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കണക്ടേഴ്സ്. ഇതിൽ 90, 3 90, 2 45, 3 എൻ ക്യാപ്പ്, അതുപോലെ സ്റ്റാർ ബോണ്ട് പശ തൊട്ടിക്കാനായിട്ട്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ട്രൈപോഡിലേക്ക് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രൈപോഡ് ഹോൾഡർ. ഇത് നമുക്ക് 50 രൂപയ്ക്ക് നിസാര വിലയ്ക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ ഒരു ടീ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ നമ്മുടെ PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ഇതിൽ മാർക്ക് ചെയ്യാം. വേണ്ട അളവുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇഞ്ചിൻ്റെ 2 പീസ്, 2.5 ഇഞ്ചിൻ്റെ 2 പീസ്, 4.5 ഇഞ്ചിൻ്റെ 2 പീസ്, 5 ഇഞ്ചിൻ്റെ 2 പീസ്. അപ്പോൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ PVC പൈപ്പെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൈപ്പ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുക മുറിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് റെഡിയായി. 5 ഇഞ്ചിൻ്റെ 2 പീസ്, 4 ഇഞ്ചിൻ്റെ 2 പീസ്, 2.5 ഇഞ്ചിൻ്റെ 2 പീസ്, 1.5 ഇഞ്ചിൻ്റെ 2 പീസ്. അപ്പോൾ നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ അസംബിൾ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ടീ ജോയിൻ്റ് എടുത്ത് 2 ഇഞ്ചിൻ്റെ ഒരു പീസ് ഒരു സൈഡിലും അതുപോലെ തന്നെ അടുത്ത പീസ് ഇപ്പുറത്തെ സൈഡിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ രണ്ടറ്റത്ത് 2 45 കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ 45ൻ്റെ കൂടെ ഏറ്റവും ചെറിയ പീസായിട്ടുള്ള 1.5 ഇഞ്ചിൻ്റെ 2 പൈപ്പ് 2 വശത്തുമായിട്ട് വെച്ച് കൊടുക്കുക. ഇനി 2 90 എടുക്കുക. ഇതിൻ്റെ ഒരറ്റത്തും അതുപോലെ തന്നെ മറ്റേ അറ്റത്തും ഇതേ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി 2 സൈഡിലും മെയിൻ ഹാൻഡിലായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 5 ഇഞ്ചിൻ്റെ 2 പീസാണ്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ 2 പീസ് 2 സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഫ്രീ ഹാൻഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത് 4 ഇഞ്ചിൻ്റെ 2 പീസാണ്. അപ്പോൾ അവസാനത്തെ 90 എടുത്തിട്ട് ഇതേപോലെ 4 ഇഞ്ചിൻ്റെ 2 പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രീ ഹാൻഡിൽ സെറ്റിൽ ചെയ്യുക. ഈ 3 ഹാൻഡിലിൻ്റെയും അറ്റത്തായിട്ട് എൻ ക്യാപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഫിനിഷ് ആയതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ റിഗ് ഇത് തിരിച്ച് വെച്ചൊന്ന് എല്ലാ സൈഡും ഒന്ന് ചെറിയ മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യുക. കാരണം പശ ഒട്ടിച്ചതിന് ശേഷം തീരെ അനങ്ങില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഈ രീതിയിലിരിക്കും. അപ്പം ഇനി നമുക്ക് സ്റ്റാർ ബോണ്ട് പശ ഉപയോഗിച്ചിട്ട് എല്ലാ ജോയിൻറ്റും ഫിക്സ് ചെയ്ത് കൊടുക്കാം. ജോയിൻറ്റുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ഈ സെൻറ്ററിലെ ഫ്രീ ഹാൻഡിലിൻ്റെ ഈ ഒരു ജോയിൻറ്റ് മാത്രം ഒട്ടിക്കാതിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. ബാക്കി എല്ലാ ജോയിൻറ്റും നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഒന്നൊന്നായി കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഈ ജോയിൻറ്റുകളെല്ലാം ഒട്ടിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം അത് ടൈറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ ലൂസാക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ മാക്സിമം കെയർ എടുത്ത് ഒട്ടിക്കാൻ നോക്കുക. ഈ 45ൻ്റെ കൂടെ 90 ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചാൽ നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നല്ല വൃത്തിക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 2 ഹാൻഡിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് വെർട്ടിക്കലാണോ അല്ലയോ എന്ന്. അപ്പോൾ നമ്മുടെ ഹാൻഡിലിന് എന്തെങ്കിലും ഏറ്റക്കുറവ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലാറ്റായിട്ട് ടേബിളുമ്പോൾ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പശ ഉണങ്ങുന്നതിന് മുമ്പ് റെഡിയാക്കിയാൽ അത് റെഡി ആവുന്നതാണ്. ഈ ഒരു ഹാൻഡിൽ പോർഷനിൽ മാത്രം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പശ തേക്കില്ല. ബാക്കി 2 ജോയിൻറ്റിൽ മാത്രം പശ തേച്ചാൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ ക്യാപ്പും എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു 80% നമ്മുടെ വർക്ക് കഴിഞ്ഞു.
ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഹോൾഡർ നമ്മുടെ ടീ ജോയിൻറ്റിന് താഴെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഹോൾഡർ മിക്ക മൊബൈൽ ആക്സസറി ഷോപ്പിലും 50 രൂപ താഴെ ലഭിക്കുന്നതാണ്. കിട്ടാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഇടാം. അപ്പോൾ ഈ ഹോൾഡറാണ് നമ്മൾ താഴത്ത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പോർഷനിൽ ടീ ജോയിൻറ്റിൻ്റെ താഴത്ത് ഒരു സെൻറ്റർ ഡിസ്റ്റൻസിൽ ഒരു തൊട്ടടുത്തായിട്ട് ഒരു പോയിൻ്റ് ആദ്യം തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹോളിക്കോഡാണ് നമ്മൾ 2 ഇഞ്ചിൻ്റെ ഒരു ബോൾട്ട് അല്ലെങ്കിൽ ട്രൈപോഡിൻ്റെ സ്ക്രൂ കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ട്രൈപോഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബോൾട്ടാണ്. അപ്പോൾ ഈ ഒരു ബോൾട്ടാണ് നമ്മൾ ടീ ജോയിൻറ്റിൽ കൂടെ കടത്തുന്നത് നോക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലെയർ ഉപയോഗിച്ചിട്ട് ഈ ഹോളിൽ കൂടെ ഈ ബോൾട്ട് നമുക്ക് കടത്താം. അപ്പോൾ നമ്മുടെ ബോൾട്ട് ഈ ടീ ജോയിൻ്റെ വട്ടം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോൾഡർ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഹോൾഡർ ഇതേപോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിഗ് അപ്പോൾ റെഡി ആയിട്ട് റിഗിൻ്റെ ഫുൾ സ്ട്രക്ചർ കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രൈപോഡിൻ്റെ ഹോൾഡറിൻ്റെ അകത്ത് നമ്മൾ ഫോൺ ഇറക്കി വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ ഫോൺ ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗറിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് ബട്ടണൊക്കെ അമർത്താം. ക്ലിയർ ആയിട്ട് കണ്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായാലും ഈ 2 ഇതുമ്പോൾ പിടിച്ച് ചെയ്യുമ്പോൾ നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. നമുക്കൊന്ന് ഇങ്ങനെയാണ് സെറ്റപ്പ് സാധനത്തിൻ്റെ. നമുക്കപ്പോൾ ഫോണൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് അഴിച്ച് ഇതൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. ബ്ലാക്ക് കളറാണ് നമ്മൾ ചെയ്യാൻ പോണേ. മാറ്റ് ബ്ലാക്കിൻ്റെ സ്പ്രേ പെയിൻ്റാണ്. ഇത് നമുക്കൊന്ന് മൊത്തം ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇതൊന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ച് നോക്കാം. നമ്മൾ 2 സാധനമായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ള സ്പ്രേ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാറ്റിൻ്റെ സ്പ്രേ പെയിൻ്റ് ആണ് എൻ്റെ ഉള്ളത്. ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ അകത്തോട്ട് പെയിൻറ്റ് അകത്തോട്ട് പോയ പ്രശ്നമാണ്. നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ മുക്കും മൂലയും അടിക്കാൻ നോക്കാം. സ്പ്രേ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതൊന്ന് വന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ഉണക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സാധനം പെയിൻ്റൊക്കെ അടിച്ച് ഫ്രഷായി കഴിഞ്ഞു. നമുക്ക് ആകെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഹോൾഡർ ഇതുമേ ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നെടുത്ത് ഈ ബോൾട്ട് മറ്റൊന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കറക്കുക. അറ്റെത്തുമ്പോൾ ഈ നമ്മുടെ ഫേസ് ചെയ്ത് സ്മാർട്ട് ഫോൺ നമ്മുടെ നേരെ ഫേസ് ചെയ്യേണ്ട ഇതിൽ ഇത് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമറ റിഗിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. സാധനം മറ്റേ സ്മാർട്ട് ഫോൺ ഹോൾഡറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതുമേ നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ
ട്രൈപോഡിൻ്റെ സ്മാർട്ട് ഫോൺ ഹോൾഡറിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫോൺ ക്യാമറ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ക്യാമറ ബട്ടൺ കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ ഈസി ആയിട്ട് ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ആയാലും സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് തൊട്ടടുത്ത് തന്നെ ക്യാമറ ബട്ടൺ ഉണ്ട്. അതൊരു നല്ലൊരു ഫീച്ചറാണ് ഇങ്ങനത്തെ ഒരു ക്യാമറ റിഗ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഹാൻഡിൽ നമ്മൾ നോർമൽ രീതി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 ഹാൻഡിൽ ഗ്രിപ്പ് കിട്ടും, 3 ഹാൻഡിലിൻ്റെ. ഇനി അതേപോലെ തന്നെ ഈ ഹാൻഡിൽ നമ്മൾ ഊരിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മുകളിലേക്ക് തിരിച്ചു വയ്ക്കുക. മുകളിലേക്ക് തിരിച്ചു വെച്ചിട്ട് പിസ്റ്റൺ ഗ്രിപ്പ് അപ്പോൾ നമുക്ക് കിട്ടും. ഇതും കുറച്ചും കൂടി സ്റ്റേബിളാണ്, നമുക്ക് വീഡിയോ എടുക്കാനും എല്ലാത്തിനൊക്കെ കുറച്ചും കൂടി സ്റ്റേബിളാണ് പിസ്റ്റൺ ഗ്രിപ്പ്. ഇനി അതല്ലാണ്ട് നമുക്ക് തിരിച്ച് പിടിച്ച് ഒരു ലോ ആയിട്ടുള്ള കുറച്ച് ഫ്രെയിം എടുക്കണമെങ്കിൽ, ലോ ഫുട്ടേജ് എടുക്കാനുള്ളതാണെങ്കിൽ ഈ ഒരു രീതിയിൽ പിടിക്കുകയാണെങ്കിൽ ലോ ഫുട്ടേജ് കിട്ടും. അപ്പോൾ ഒരേ റിഗിൽ തന്നെ നമുക്ക് 3-4 ടൈപ്പ് രീതിയിൽ നമുക്ക് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എന്തോരം സ്റ്റേബിൾ ആണെന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിഗ് വെച്ചിട്ട് വീഡിയോ എടുക്കാം, അതേപോലെ തന്നെ നോർമൽ ഫോൺ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ എന്തോരം സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇനി നോർമൽ ഫോൺ വെച്ചിട്ട് നമുക്ക് എന്തോരം സ്റ്റെബിലിറ്റി കിട്ടും നോക്കാം. രണ്ട് ഫുട്ടേജും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നമ്മുടെ സാധനം? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ല സംഭവം? ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ റിഗാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ യൂട്യൂബിൽ പുതുതായിട്ട് വന്നവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് റൈറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം എനിക്കിതിലാകെ ചിലവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PVC-യും പിന്നെ ഇതിൻ്റെ ഹോൾഡറും മൊത്തം കൂട്ടി ഒരു 150 രൂപ താഴെയാണ് ഈ മൊത്തം നമ്മുടെ സ്മാർട്ട് ഫോൺ റിഗിന് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ലോ കോസ്റ്റിൽ ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ ട്രൈ ചെയ്യണം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് ഡിസ്ലൈക്ക് ചെയ്യുക. ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിലിടാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുത്തൻ ഐഡിയയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.